ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ രവി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു 6 മന്ത് യൂട്യൂബ് ജേണിയെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മന്ത് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഐ തിങ്ക് ഏപ്രിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ ഇത് നവംബറായി. സോ 6 മന്ത് ഞാൻ എന്താ പറയുക, കറക്റ്റായിട്ട് ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ടെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതോ ഒരു മാസം മാത്രം ഞാൻ 2 വീഡിയോസൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്തു. പക്ഷേ എനിക്ക് പിന്നെ 2 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഡെയിലി ഒരു വീഡിയോ മസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും 1K ആയിട്ടുള്ളൂ. അതെ, എനിക്കിപ്പോഴും ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ അത് ഞാൻ അച്ചീവ് ചെയ്തത് അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടിയൊരു സംഭവം ഒന്നല്ല ഈ 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങുക, എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുക. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പതിയെ പതിയെ പഠിച്ചു വരും. ആരും ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്നതൊന്നും. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഒരു ABCD ബേസിക്സ് വരെ ഞാൻ പഠിക്കുന്നത്. അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനും ഓരോരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ചാനൽ തുടങ്ങുക, ബാക്കിയൊക്കെ പിന്നെ വഴിയെ എന്താ പറയുക ശരിയായിക്കോളാം, അത്രയേ ഉള്ളൂ. പിന്നെ ആരും ഒറ്റയടിക്കൊന്നും സ്റ്റാർ ആയവരൊന്നുമല്ല. എല്ലാവരും ഇതുപോലെ തന്നെയൊക്കെ തുടങ്ങി ഒരു ദിവസം ക്ലിക്കായവർ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയൊരു പാറക്കല്ല് പൊട്ടിക്കുകയെന്ന് വിചാരിക്കും. ഒറ്റയടിക്ക് ഒരിക്കലും ആ പാറക്കല്ല് പൊട്ടില്ല. നമ്മളൊരു 50 അടി അടിച്ച് പൊട്ടിയില്ല, 100 അടി അടിച്ച് പൊട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ 500ാമത്തെ അടിയിലായിരിക്കും അത് പൊട്ടുക. എന്ന് വെച്ച് നമുക്ക് ആ 499 അടി അടിച്ചാലാണല്ലോ 500ാമത്തെ അടി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അത് പൊട്ടുള്ളൂ. അപ്പോൾ ഈ 499 അടിയാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 500ാമത്തെ അടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം നമ്മുടെ പാറക്കല്ലും പൊട്ടും. അതായത് നമുക്കും ഒരു സക്സസ് ഉണ്ടാവും. പിന്നെ നല്ലൊരു ഫോണ് കിട്ടിയിട്ട് ചാനൽ തുടങ്ങാനെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. നമ്മുടെ അടുത്ത് ഉള്ള പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുത്തുള്ള എന്താ പറയുക ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക. അത്യാവശ്യം കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മളും എവിടെയെങ്കിലുമൊക്കെ എത്തും. ആ ഒരു വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് അതിന് നമുക്ക് വ്യൂസും ഒന്നുമില്ല, റീച്ച് ഒന്നുമില്ല എന്ന് വെച്ച് നമ്മൾ വിഷമിക്കല്ല ചെയ്യേണ്ടത്. അത് പോട്ടെ, നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് ഇടാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഇടുക. അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്കിപ്പോഴും ഒരു 1K സബ്സ്ക്രൈബേഴ്സിലായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. ശരിയാണ്, എന്നെക്കൊണ്ട് ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് അതാവാൻ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചെയ്തു നോക്കുക. എല്ലാത്തിൻ്റെ പിന്നിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിലർ പറയും ഫോണിൽ വീഡിയോ എടുത്തിട്ടാൽ പോരെ. അങ്ങനെയൊന്നുമല്ല. നമ്മളിത് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ 2025, ഒരു 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസും എന്തായാലും ക്ലിക്കാവും. എവിടെയും പോകില്ല, അവിടെ എവിടെയും പോകില്ല. അപ്പോൾ ചാനൽ തുടങ്ങണമെന്നുള്ളവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2025 തന്നെ തുടങ്ങുക. നമുക്കും ഒരു ദിവസം സക്സസ് ഉണ്ടായിരിക്കും. പിന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഗിനേഴ്സിന് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്സോ അങ്ങനത്തെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.